ഒന്നും പറഞ്ഞിട്ടില്ല. അവരതിൻ്റെ വ്യക്തമായിട്ട് അവരുടെ പ്രസ്താവനയെ മാധ്യമങ്ങൾ തെറ്റിദ്ധാരണാജനകമായിട്ട് അവതരിപ്പിച്ചപ്പോൾ അവരവരുടെ വ്യക്തമായ കാഴ്ചപ്പാട് അവർ മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നേരത്തെ പ്രഖ്യാപിച്ചതാണ്, അതിജീവിതമാരോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. അക്കാര്യം ആരും സംശയമില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഏറ്റവും ഒടുവിൽ അവർ നടത്തിയിട്ടുള്ള ഇങ്ങനെയൊരു ചില അവ്യക്തതകൾ സൃഷ്ടിക്കുന്ന രീതിയിലെ പ്രചരണം ചില മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ അവർ വ്യക്തമായിട്ട് അവർ പ്രതികരിച്ചിട്ടുണ്ട്. അതിനപ്പുറം എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. BJPയുടെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അവരുടെ നിലപാട്. ഈ മറ്റുള്ളവരുടെ ആരാരോപണ BJPയിലേക്ക് വന്ന ജയിലിലേക്ക് വന്ന് കൃത്യമായ ചിത്രങ്ങൾ വെച്ചാണ് പറഞ്ഞത്. റെയിൽവേ രംഗത്ത് ഒരു വികസന വിപ്ലവം തന്നെയാണ് നടക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം നമുക്ക് ബഡ്ജറ്റ് അലോക്കേഷൻ കേരളത്തിൽ 3100 കോടിയോളം രൂപയാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ലഭിച്ചത്. ഇവിടെ കേരളത്തിൽ UPA ഭരിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ 8 മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും ഒടുവിൽ 2013-2014 നമുക്ക് ലഭിച്ചത് 360 കോടി രൂപയാണ് കേരളത്തിലെ ആകെ റെയിൽവേ വികസനത്തിന് വേണ്ടി അനുവദിച്ചത്. ഈ NDA ഗവൺമെൻറ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം 460 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനെ ലോകോത്തര നിലവാരത്തിലേക്ക്, അതായത് വിമാനത്താവളത്തെ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് 460 കോടി രൂപ അനുവദിച്ചത്. ഇതേപോലെ 8 റെയിൽവേ സ്റ്റേഷനുകളെ വിമാനത്താവളത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്, പണം അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, വർക്കല, ചെങ്ങന്നൂർ, എറണാകുളം സൗത്ത്, നോർത്ത്, തൃശ്ശൂർ, അതേപോലെ കോഴിക്കോട്. ബാക്കി 27 റെയിൽവേ സ്റ്റേഷനുകളെ സ്റ്റേഷൻ നവീകരണം അതും പ്രത്യേക രീതിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം സ്റ്റേഷനുകൾക്ക് 25 കോടി മുതൽ ഏതാണ്ട് 68 കോടി വരെ അനുവദിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ 125 കിലോമീറ്റർ പാത ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാതയുടെ പുതിയ പാത, അതായത് മംഗലാപുരം മുതൽ ഷൊർണൂർ വരെ 4 വരി പാതയും, ഷൊർണൂർ മുതൽ എറണാകുളം വരെ 3 വരി പാത, എറണാകുളം മുതൽ കന്യാകുമാരി വരെ 3 വരി പാത, ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഏതാണ്ട് പാതയുടെ വികസനം. അതോടൊപ്പം തന്നെ നമ്മുടെ നിലവിലുള്ള ട്രാക്കുകളുടെ ഈ വളവ് തിരിവ് അത് മാറ്റാൻ, കാരണം ഇപ്പം നമ്മുടെ വേഗതയ്ക്ക് ഒരു തടസ്സം നിൽക്കുന്നത് ഈ നിലവിലുള്ള ഈ ട്രാക്കുകളുടെ വളവും തിരിവാണ്. അത് നേരെയാക്കാൻ വേണ്ടിയിട്ട് ലിഡാർ സർവേ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊജക്റ്റ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അത് അംഗീകരിക്കുന്ന പക്ഷം ഇവിടെ എക്വിസിഷൻ നടപടിയും അതേപോലെ തന്നെ സിഗ്നൽ മോഡേണൈസേഷനും നടക്കും. പിന്നെ നമുക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് 160 കിലോമീറ്ററിലും ബാക്കി എല്ലാ എക്സ്പ്രസ്സുകളും 130 കിലോമീറ്റർ ഓടിക്കാൻ സാധിക്കും. വന്ദേ ഭാരത് അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് മനസ്സിലാക്കുന്നത് സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലും ഉടൻ തന്നെ ലഭിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിലെ ഒരു ഒറ്റ മാർഗം ഞങ്ങൾ വെച്ചിട്ടുള്ള നിർദ്ദേശം ഹ്രസ്വദൂര യാത്രക്കാരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതാണ്. അതിൽ സാധാരണക്കാരന്, തൊഴിലാളികളുണ്ട്, സർക്കാർ ജീവനക്കാരുണ്ട്, അല്ലാത്തവരുടെ പലരും ഉണ്ട്. അതുകൊണ്ട് ഹ്രസ്വദൂര ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മെമു കൂടുതൽ ഓടിക്കുക. ദീർഘദൂര തീവണ്ടികൾക്ക് എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് പകരം ഈ ഹ്രസ്വദൂര യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൂടുതൽ മെമു അനുവദിക്കണമെന്നാണ്. ഇപ്പോൾ ഞാൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ആവശ്യപ്പെട്ടത് പാലക്കാട് ഡിവിഷന് ചുരുങ്ങിയത് 2 മെമു ഓടുന്നതിന് പുറത്ത്, അതുപോലെ തിരുവനന്തപുരം ഡിവിഷന് 2 മെമു, ഇങ്ങനെ 4 മെമു ഓടിക്കാൻ സാധിച്ചാൽ, കൂടുതൽ മെമു ആവശ്യമാണ്, പക്ഷേ 4 മെമു എങ്കിലും നമുക്ക് കേരളത്തിൽ ഓടിക്കാൻ സാധിച്ചാൽ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിയോളം പരിഹരിക്കാൻ സാധിക്കും.
മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണമായും ഈ റെയിൽവേ മന്ത്രാലയമാണത് ചെയ്യുന്നതിന് മുഴുവൻ പണവും നൽകുന്നത് റെയിൽവേ മന്ത്രാലയമാണ്. പക്ഷെ അതിൻ്റെ അലൈൻമെൻറ്റ് DPR ഇതൊക്കെ തയ്യാറാക്കേണ്ടത് ഈ നമ്മുടെ കേരള റെയിൽവേ അതിലൊരു KRLD എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവരാണ് ഇതിൻ്റെ എക്വിസിഷൻ, അലൈൻമെൻറ്റ്, DPR ഇത് തയ്യാറാക്കി കൊടുക്കുന്നത്. പക്ഷേ ഇതേവരെ ദൈവം സഹായിച്ചിട്ട് കേരള ഗവൺമെൻറ് ഒരു നടപടിയും അതിലെടുത്തിട്ടില്ല. അതുകൊണ്ട് സാങ്ഷൻ ചെയ്തു 58 മേൽപ്പാലം അതേപോലെ നിർത്തി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ മറ്റ് പല റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങി. പക്ഷേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ ടെൻഡർ ജസ്റ്റ് പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ പ്രോസസ്സ് ഇനി വളരെ വേഗതയിൽ നടക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ എല്ലാ തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്, പണം അനുവദിച്ചിട്ടുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരിപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ നടത്തിയ ഒരു പ്രസ്താവനയെക്കുറിച്ചാണ് മാധ്യമങ്ങൾ തെറ്റായിട്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അവർ പറയാത്ത ചില കാര്യങ്ങളിലേക്ക് അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്തു. പക്ഷെ അവരതിന് ശേഷം അവർ വ്യക്തമായ രീതിയിൽ അവരുടെ കാഴ്ചപ്പാട് എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടാണ്. അതിജീവിതയോടൊപ്പമാണ് BJP എന്ന് നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. അത് കേവലം സിനിമാ നടിമാരുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സ്ത്രീകളുടെ കാര്യത്തിലും ഞങ്ങൾ നിലപാടാണ്. അല്ല, അതുകൊണ്ട് അവർ പറഞ്ഞല്ലോ, അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ ഏറ്റവും ഒടുവിൽ. അതിൽ അവർ പറയുന്നതല്ല കാണിച്ചത്. അല്ല, അവർ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ്. അതിൽ കൺഫ്യൂഷൻ വന്ന സമയത്ത് അവർ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞിട്ട് അത് BJPയുടെ നിലപാട്. നിലപാടുകളും കേരളത്തിൽ നടക്കുന്ന റെയിൽവേ വികസനവും സംബന്ധിച്ച് K. കൃഷ്ണദാസിക്ക് നന്ദി, സതീഷ് എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.